എൻ്റെ പേര് ജോബിൻ എന്നാണ്. എനിക്ക് 38 വയസ്സുണ്ട്. ഞാൻ ഗൈനക്കോമാസി ആയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. എനിക്ക് സിംഗിൾ ഒരു ചെസ്റ്റിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ വളരെ വിഷമിച്ചും കഷ്ടപ്പെട്ടും, എൻ്റെ മാരേജ് കഴിഞ്ഞാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടും മറിച്ചും എനിക്ക് വൺ സൈഡാണ് ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ടേപ്പൊക്കെ ഒട്ടിച്ചുകൊണ്ടാണ്, വൺ സൈഡ് ഒട്ടിച്ചുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കളർ എന്ന് വെച്ചാൽ കുറേ നാൾ ഇത് ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ നമ്മൾ ഈ സ്കിൻ ഇങ്ങനെ നമ്മൾ വൈകുന്നേരം കുളിക്കാൻ പറിച്ച് കളയാൻ നേരത്ത് ഈ സ്കിൻ ഒന്ന് അവിടെ ഒരു ഇതാവും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങുമ്പോൾ പിന്നെ അത് അങ്ങനെയാണ് ആ സ്കിന്നിൻ്റെ കളറൊന്ന് മാറി തുടങ്ങി. ബ്ലാക്ക് കളറൊക്കെ ആയിട്ടൊക്കെ വന്നായിരുന്നു. ചെറുപ്പം എന്ന് വെച്ചാൽ ഒരു 20-21 വയസ്സ് തൊട്ട് എനിക്ക് ഏകദേശം ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പം ഞാനിത് ബനിയൻ ഇടാൻ നേരത്ത് നമുക്കൊരു ചെറിയ ഫീലിംഗ് വന്നായിരുന്നു. അപ്പം ഞാനത് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ നമ്മൾ ഷർട്ട് ഇട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിക്കണേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നെ മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ കുറേ നാളിങ്ങനെ കൊണ്ടുപോയി. ദൈവത്തിൻ്റെ കുറവ് കൊണ്ട് ഈ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടു. അതെ, ഇങ്ങനെ ഞാൻ ഡ്രസ്സ് മാറാൻ നേരത്തെ സിംഗിൾ ഒരു മുറിയിലാണ് മാറുന്നത്. അപ്പോൾ വൈഫിനോട് ചോദിക്കുന്നത് എന്താ സംഭവം എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ എങ്കിലും അത് വളരെ തന്ത്രപൂർവ്വമൊക്കെ ഞാൻ മാറ്റി വിടുമായിരുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഫ്രാക്ചറായിട്ടിരിക്കാൻ നേരത്താണ് ഞാൻ ഫേസ്ബുക്ക് വഴി ഡോക്ടറെ ഇത് ഞാൻ കാണുന്നത്. എനിക്ക് വളരെ ജെന്യൂനായിട്ട് ഡോക്ടറെ സംസാരവും കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അപ്പം തന്നെ ഡോക്ടറെ ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്തു. ഡോക്ടർ വളരെ ഭംഗിയായിട്ട് എനിക്കത് ചെയ്തു തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഡോക്ടർക്കും ഹോസ്പിറ്റലിനും നന്ദി പറയുന്നു. സെക്ഷൽ കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈഫിനോട് പറയും, ഞാൻ ഈ ബനിയനിട്ടാണ് ഞാൻ ഇടുമ്പോൾ രാത്രിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. ഞാൻ ലൈറ്റ് ഇടാറില്ല. ഈ രാത്രി ഞാൻ ബനിയനിട്ട് ഞാൻ ഷർട്ട് ഊരാറില്ല. അപ്പോൾ നമ്മൾ കൈയൊക്കെ പൊക്കാൻ നേരത്ത് നോർമലായിട്ടിരിക്കും. ഇങ്ങനെ കൈയൊക്കെ പൊക്കാൻ നേരത്ത് ഇത് നോർമലായിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ നിൽക്കാൻ നേരത്താണ് സാധനം തൂങ്ങിച്ചാടി വന്നെ. അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്താണെങ്കിൽ ഇത് നോർമലിൽ ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ തടവി നോക്കിയാലും നോർമലാണ്. ആ രീതിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് നല്ല ഹോസ്പിറ്റലാണ്. നമുക്ക് ഫുൾ സപ്പോർട്ടും തരും. ഡോക്ടർ വന്ന് ധൈര്യമായിട്ട് വന്ന് കണ്ടോളും. നമുക്ക് ഫുൾ ഫ്രീഡവും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും. എന്നെ തിയേറ്ററിലോട്ട് കയറ്റി നമ്മൾ ജസ്റ്റ് ഒരു മയക്കം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എനിക്കുന്നത് പിന്നെ വളരെ ഭംഗിയായിട്ട് ഡോക്ടർ പറഞ്ഞ ഡേ കെയർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസമായിരിക്കും എന്നാലും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ വീട്ടിൽ പോയി ഭംഗിയായിട്ട് ഞാൻ ഓടിയെടുക്കാറുണ്ട്. ഇതിൽ കൂടെ വളരെ ഭംഗിയായിട്ട് ഞാൻ പോയി. എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, ടെൻഷനൊന്നും ഉണ്ടായില്ല. നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് ഇങ്ങനെ ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് വരിക, ഹോസ്പിറ്റലിലോട്ട് വരിക. ഡോക്ടർ ഭംഗിയായിട്ട് ചെയ്തു തരും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണേ.